നമസ്കാരം. നവംബർ മാസം വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. നവംബർ മാസത്തിലെ അവരുടെ ഫലം. വ്യാഴമാറ്റത്തിൻ്റെ സമയമാണ്. ദൈവീകമായി നമുക്ക് ആ ഒരു മാസത്തെ എങ്ങനെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റും, ഈ നാളുകൾക്കൊക്കെ എങ്ങനെ പണമൊഴുക്കിൻ്റെ ദിനങ്ങളാക്കാം, അവരുടെ ജോലിയിൽ എങ്ങനെ അഭിവൃദ്ധി ഉണ്ടാക്കാം, അതല്ലെങ്കിൽ അവർ പ്രമോഷൻ വഴി എങ്ങനെ അവരുടെ വരുമാനമൊക്കെ മെച്ചപ്പെടുത്താം. നിങ്ങൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൂടെ എങ്ങനെ വർധനവുണ്ടാക്കാം. ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എങ്ങനെ വർദ്ധിപ്പിക്കാം. പുതിയ രീതിയിലുള്ള സാമ്പത്തിക സമൃദ്ധി എങ്ങനെ കൈവരിക്കാം. ഭാവിയിലേക്കുള്ള നിങ്ങളുടെ നിക്ഷേപങ്ങൾ എങ്ങനെ മാറ്റി വയ്ക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ മാനസികമായി നിങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ ഒരു പര്യവസാനം ഉണ്ടാക്കിയെടുക്കാം. അതല്ല, പണത്തിൻ്റെ വെല്ലുവിളിയാണ് നേരിടുന്നതെങ്കിൽ ആ സാമ്പത്തിക പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം, അത് എന്ത് വഴിപാടുകളിലൂടെ ഈ നാളുകൾക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെ നോക്കാം. ആദ്യമായി വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രത്തിന് പൊതുവെ നല്ല സമയം തന്നെയാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. ആരോഗ്യമൊക്കെ തൃപ്തികരമായിരിക്കും. കുടുംബജീവിതം ഊഷ്മളമാകും. അവിവാഹിതരുടെ വിവാഹമൊക്കെ നിശ്ചയിക്കുവാനുള്ള ചാൻസുണ്ട്. പുതിയ ഉദ്യോഗത്തിലൊക്കെ പ്രവേശിക്കും. നേരത്തെ തീരുമാനിച്ച യാത്രയൊക്കെ മാറ്റിവെക്കേണ്ടി വരും. സൗന്ദര്യ വർധനവിനായി പണമൊക്കെ ചെലവഴിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക നില മെച്ചപ്പെടുന്നതായിരിക്കും. തൊഴിൽ രംഗത്ത് സമ്മർദ്ദം ഏറും. അന്യനാട്ടിലേക്കൊക്കെ സ്ഥലം മാറ്റം ലഭിക്കും. കാമിതാക്കളുടെയൊക്കെ വിവാഹമൊക്കെ തീരുമാനിക്കും. സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്മാനമായി ഇവർക്ക് ലഭിക്കും. സന്താനങ്ങൾ സന്തോഷ വാർത്തകളുമായി വരുന്നതാണ്. ഇവർ ശിവന് ധാര, അതുപോലെ ശിവക്ഷേത്രത്തിൽ ആഘോര അർച്ചനയൊക്കെ നടത്തുക. ഇവർക്ക് സമ്പൽ സമൃദ്ധിയിലേക്ക് ഇവരെത്തും. ഭാഗ്യം ഇവരെ ഉറപ്പായും തേടിയെത്തും. അടുത്തത് അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രത്തിനും സാമ്പത്തിക നിലയൊക്കെ മെച്ചപ്പെടും. അവർക്ക് തൊഴിൽ രംഗത്ത് സമ്മർദ്ദമൊക്കെ ഏറും. വിദേശ രാജ്യത്ത് നിന്നും തൊഴിലവസരങ്ങളൊക്കെ അവരെ തേടിയെത്തും. അത് ധൈര്യമായിട്ട് അവർക്ക് പോകാം. അത് അവർക്ക് വളരെയേറെ ഗുണകരമായിരിക്കും. സാമ്പത്തിക പുരോഗതി അതിലൂടെ പ്രതീക്ഷിക്കാം. ആരോഗ്യകാര്യത്തിലൊക്കെ വിദഗ്ധ പരിശോധനയൊക്കെ ചിലപ്പം വേണ്ടി വരുന്ന ഒരു സമയമായിരിക്കാം. ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കുക. ഭാഗ്യം കൊണ്ട് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. സന്താന യോഗമൊക്കെ തെളിയും. വരുമാനത്തിലൊക്കെ വർധനവുണ്ടാകും. ദീർഘകാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. സന്തോഷകരമായ വാർത്ത വിദേശത്തു നിന്നും പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ പ്രശംസയൊക്കെ നേടും. അവർ ചെയ്യേണ്ടത് ശാസ്താക്ഷേത്ര ദർശനം നടത്തുക, ശിവന് ജലധാരയും നടത്തുക. അത് അവരുടെ ജീവിതം സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തിക്കും. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. തൃക്കേട്ട നക്ഷത്രത്തിനും വിശിഷ്ടമായ വ്യക്തികളുടെ പ്രീതി ലഭിക്കുവാനുള്ള ചാൻസ് കൂടുതലാണ്. കുടുംബങ്ങളുമൊത്ത് തീർത്ഥാടനത്തിലൊക്കെ പങ്കുചേരും. പഴയ വാഹനം മാറ്റി പുതിയ വാഹനമൊക്കെ വാങ്ങിക്കുവാനുള്ള യോഗം കാണുന്നുണ്ട്. പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കും. ആരോഗ്യം തൃപ്തികരമാണ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ സമ്പാദിച്ചു കൂട്ടുവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ അവർ അല്പം ശ്രദ്ധിക്കേണ്ടത് ലോട്ടറിയൊക്കെ അധികം എടുത്ത് പണമൊന്നും ഇപ്പം തൽക്കാലം ചിലവാക്കേണ്ട. ലോട്ടറി യോഗം അവർക്കല്പം കുറവുള്ള ഒരു മാസം തന്നെയായിരിക്കും നവംബർ മാസം. ഡിസംബറോടുകൂടി അതിനൊരവസാനമുണ്ടാകുകയും ഡിസംബർ മാസത്തിൽ അവർക്ക് കൂടുതൽ ഭാഗ്യാനുഭവങ്ങളിലേക്ക് അവർ എത്തുകയും ചെയ്യും. അവരുടെ സാമ്പത്തിക നിധി കൂടുകയും ചെയ്യും.